നമ്മൾ അടുത്തത് പറയാൻ പോണത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാമെന്ന് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു. ഇനി അടുത്തത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഓൾജിബ്രയാണ് അടുത്തത് പറയാൻ പോണത്. അപ്പോൾ അതെന്താ കാര്യം നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു റിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി. എഫും ജിയും രണ്ട് റിയൽ ഫംഗ്ഷൻസ് ആണ് വിച്ച് ആർ കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി. ഇപ്പോൾ എഫും ജിയും രണ്ട് റിയൽ ഫംഗ്ഷൻസ് ആണ്. അതുകൂടാതെ അവർ സി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിൽ, അതായത് ഡൊമൈനിലുള്ള ഒരു സി എന്ന് പറയുന്ന റിയൽ നമ്പറിൽ ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഇൻറ്റു ജിയും സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജിയും സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആവും, എഫ് മൈനസ് ജി, എഫ് ഡോട്ട് ജി അല്ലെങ്കിൽ എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി ഇവരെല്ലാവരും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഈ ഫസ്റ്റത്തേനെ മാത്രം ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പരിപാടി സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എഫ് കണ്ടിന്യൂസ് ആണ്, ജിയും കണ്ടിന്യൂസ് ആണ്, എഫും ജിയും കണ്ടിന്യൂസ് ആണ്, ഡിഫൈൻഡ് ആണ്. സോ എഫ് പ്ലസ് ജി മസ്റ്റ് ബി ഡിഫൈൻഡ് അറ്റ് സി. ഒരു കുഴപ്പമില്ല. രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ആണെങ്കിൽ അതിൻ്റെ സമ്മും ആ പോയിന്റിൽ ഡിഫൈൻഡ് ആണ്, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് പ്ലസ് ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് സി എന്ന് ഉത്തരം കിട്ടണം. ഞാൻ ആദ്യം തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് പ്ലസ് ജി ഓഫ് എക്സ് ചെയ്തു. അപ്പോൾ ഈ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ രണ്ടായിട്ട് മുറിച്ചു എന്ന് വയ്ക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി ഓഫ് എക്സ്, അങ്ങനെ രണ്ടായിട്ട് മുറിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് കണ്ടിന്യൂസ് ആണ് സിയിൽ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി ഓഫ് എക്സ് എന്ന് വരും. അതിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്, കാരണം എഫ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് സി ആണ്, കാരണം ജി കണ്ടിന്യൂസ് ആണ്. നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി പ്ലസ് ജി ഓഫ് സി എന്ന് കിട്ടി. അങ്ങനെ എഫ് ഓഫ് സി പ്ലസ് ജി ഓഫ് സിനെ എനിക്ക് വേണമെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് സി എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, നമ്മൾ ചെയ്തു വന്നപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് പ്ലസ് ജി ഓഫ് എക്സ് ചെയ്തപ്പോൾ ലാസ്റ്റ് നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് സി എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അറ്റ് സി. ഇതുപോലെ തന്നെ നമുക്ക് എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാം. ആകെയുള്ള വ്യത്യാസം ഇവിടെ മൈനസ് വരും. അപ്പോൾ നമുക്കതിനെ ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഇൻറ്റു വരുമ്പോഴും അതെ, ഡിവിഷൻ വരുമ്പോഴും അതെ, 4 സ്ഥലത്തും ഇതേപോലെ തന്നെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് എവറി റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നമ്മളെ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിച്ചു. അടുത്തത് നമ്മൾ പോണത് എല്ലാ റാഷണൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാനാണ്. അപ്പോൾ എന്താണ് ഈ റാഷണൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? റാഷണൽ ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ടു പോളിനോമിയൽസ്. അപ്പോൾ ഒരു റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക: പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് വേർ ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മളൊരു റാഷണൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ ഇതിന് നോക്കിയേ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ, ക്യൂ ഓഫ് എക്സും പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എഫും പോളിനോമിയൽ ഫംഗ്ഷൻ, ജിയും പോളിനോമിയൽ ഫംഗ്ഷൻ. നമ്മൾ പഠിച്ച തിയറം 1 അനുസരിച്ച് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിച്ചു. സോ ഇതും കണ്ടിന്യൂസ് ആണ്, ഇതും കണ്ടിന്യൂസ് ആണ്. സോ അതിൻ്റെ റേഷ്യോ, അതായത് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും.
അപ്പോൾ സിൻസ് പി ഓഫ് എക്സ് കോമ ജി ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽ ഫങ്ഷൻസ് they are continuous everywhere. Functions, comma, they are continuous. ഇവർ പോളിനോമിയൽ ഫങ്ഷൻസ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ബൈ തിയറം 1 പ്രകാരം നമ്മളിപ്പോൾ പഠിച്ച തിയറം 1 അനുസരിച്ച് നമുക്ക് പറയാം ഇതും കണ്ടിന്യൂസ് ഇതും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോയും കണ്ടിന്യൂസ് ആയിരിക്കും. ബൈ തിയറം 1 റാഷണൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. റാഷണൽ ഫങ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം കൂടി നമുക്ക് ഉറപ്പായി, എല്ലാ റാഷണൽ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടാണ്. പോളിനോമിയൽ ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ദേ എല്ലാ റാഷണൽ ഫങ്ഷനും കണ്ടിന്യൂസ് ആണെന്നും നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് സൈൻ ഫങ്ഷൻ. അപ്പോൾ പോളിനോമിയലൊക്കെ നമ്മൾ സെറ്റാക്കി, റാഷണൽ ഫങ്ഷനും നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് സൈൻ ഫങ്ഷൻ, അതായത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ കാര്യം നോക്കാം. സൈൻ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് എവ്രിവെയർ. സൈൻ നമുക്ക് റിയൽ നമ്പറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫങ്ഷനാണ്. നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ ലെറ്റ് സി ബി ആൻ ആർബിട്രറി എലമെൻറ്റ് ഇൻ ദി ഡൊമെയിൻ. അപ്പോൾ നമ്മൾ ഡൊമെയിനായ റിയൽ നമ്പറിൽ നിന്ന് ഒരു സി എടുത്തു. ദെൻ ഈ സി ഈക്വൽ ടു ലെറ്റ് സി ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച്. ഈ സീനെ എക്സ് പ്ലസ് എച്ച് എന്ന് വിചാരിക്കുക. അപ്പോൾ സി ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് എന്ന് സങ്കല്പിക്കുക. ഇനി ആസ് എക്സ് ടെൻസ് ടു 0, എക്സ് 0യിലേക്ക് പോവുകയാണെങ്കിൽ സി ടെൻസ് ടു, ഇവിടെ നോക്കി ഇതിൽ എക്സ് 0യിലേക്ക് പോകണം. അപ്പോൾ സി ടെൻസ് ടു എച്ച് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അറിയാനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്, അതായത് സൈൻ എക്സ് എടുത്തു എന്ന് വയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞാൽ ഇവിടെ സി എക്സ് പ്ലസ് എച്ച് ആണ്. അപ്പോൾ എക്സ് ടെൻസ് ടു എക്സ് പ്ലസ് എച്ച്. അതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പറഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എക്സ് ടെൻസ് ടു സീനെ നമുക്ക് എക്സ് പ്ലസ് എച്ച് എന്ന് വിളിച്ചേക്കണം. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കിതിനെ എച്ച് ടെൻസ് ടു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ ഓഫ് ഈ എക്സിന് പകരം എച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സി മൈനസ് എച്ച് എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ എക്സ്പാൻഷൻ വെച്ച്. അപ്പോൾ സൈൻ സി കോസ് എച്ച് മൈനസ് കോസ് സി സൈൻ എച്ച്, ഇങ്ങനെയാണ് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമുക്ക് രണ്ടാക്കാം. ഇതിനെ രണ്ടാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഇതിനെ ഫുള്ള് ഒരു ലിമിറ്റായിട്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് എച്ച് ടെൻസ് ടു 0 എന്നാണ് കിടക്കണേ. സോ സൈൻ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സൈൻ സീനെ നമുക്ക് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എച്ച് മൈനസ് ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് സി സൈൻ എച്ച് എന്നാണ് വരിക. അതിൽ കോസ് സി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ഇങ്ങനെ വന്നു. ഇനി നമ്മൾ നോക്കിയേ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എച്ച് എന്ന് പറഞ്ഞാൽ കോസ് 0 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ സി ഇൻറ്റു 1 മൈനസ് ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് എന്ന് പറഞ്ഞാലേ സൈൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഇവിടെ കോസ് സി ഇൻറ്റു 0 എന്ന് വരും. നമുക്ക് ഫൈനൽ ആൻസറായിട്ട് എടുത്ത് എഴുതുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഫൈനൽ ആൻസർ ഇവിടെ എടുത്ത് എഴുതുകയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടണത് സൈൻ സി എന്നാണ് കിട്ടുന്നത്.
സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ സൈൻ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ നൈസായിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കാണുമ്പോൾ എഫ് ഓഫ് സി എന്ന് കിട്ടണം. അതിൻ്റെ അർത്ഥം ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതായത് സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇതുപോലെ തന്നെ കൊസൈൻ, അതായത് കോസ് എക്സും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഇതുപോലെ തന്നെ തെളിയിക്കാം. പിന്നെ സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ ടാൻ എക്സ് കണ്ടിന്യൂസ് ആവും. കാരണം എന്താ? ടാൻ എക്സ് ഈക്വൽ ടു സൈൻ ബൈ കോസ്. അപ്പോൾ സൈൻ എക്സ് കണ്ടിന്യൂസാ, കോസ് എക്സ് കണ്ടിന്യൂസാ. അപ്പോൾ സൈൻ എക്സിനെ എഫ് എന്നും കോസ് എക്സിനെ ജി എന്നും വിചാരിച്ചു എന്ന് വെക്കി. അപ്പോൾ അവിടുത്തെ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ ജി ആ. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് ആ ഒരു റീസൺ വെച്ച് നമുക്ക് പറയാം ഹിയർ ടാൻ എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂറ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു തിയറം നോക്കാം. സെക്കൻഡ് തിയറം ഇതാണ്. സപ്പോസ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് സച്ച് ദാറ്റ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി. ഇഫ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആൻഡ് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ജി ഓഫ് സി, then F composition G is continuous at C. ചുരുക്കി പറഞ്ഞാൽ എഫ് ജി എന്ന് പറയുന്ന രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ദേ ആർ ഡിഫൈൻഡ് സച്ച് ദാറ്റ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഡിഫൈൻഡ്. എഫ് ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതെങ്ങനെ ഡിഫൈൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫും ജി. അങ്ങനെയാണെങ്കിൽ ഇതിൽ ജി കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക അറ്റ് സി, അതുപോലെ എഫ് ജി ഓഫ് സിയിൽ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. ദെൻ എഫ് കോമ്പോസിഷൻ ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആർ എഗെയിൻ കണ്ടിന്യൂസ്. രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കൊരു പരീക്ഷണം നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നാണ്. അത് വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇത് റിയൽ നമ്പറിൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കുക. സൈൻ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൾ ഓവർ ദി അല്ലെങ്കിൽ എവറി പോയിന്റ് ഇൻ ദി ഡൊമൈൻ അല്ലെങ്കിൽ എവറി പോയിന്റ് ഇൻ ദി റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഹിയർ എഫ് ഈസ് ഡിഫൈൻഡ് അറ്റ് f is defined in all points at R. f is defined for all x belongs to R. എല്ലാ റിയൽ നമ്പറിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇനി ഈ ഫംഗ്ഷന് നമുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നും എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും വിചാരിച്ചു എന്ന് വെക്കി. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് സൈൻ എക്സ് എച്ച് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ജി കോമ്പോസിഷൻ എച്ച് ആരാന്ന് ചോദിച്ചാൽ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജി ഓഫ് എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് പറഞ്ഞാൽ സൈൻ എക്സ്, അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇതിൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, ഇറ്റ് ഈസ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് എവരിവെയർ. എല്ലാ റിയൽ നമ്പേഴ്സിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതും എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. സോ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എഫും ജിയും കണ്ടിന്യൂസ് എച്ചും കണ്ടിന്യൂസ്, അപ്പോൾ അതിൻ്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം സിൻസ് ജി കോമ എച്ച് ആർ കണ്ടിന്യൂസ്, സിൻസ് ജി കോമ എച്ച് ആർ കണ്ടിന്യൂസ് കോമ എഫ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എച്ച് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ ജിയും എച്ചും കണ്ടിന്യൂസ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എച്ചും കണ്ടിന്യൂസ് ആയിരിക്കും.
അതായത് ഈ സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്, മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്, വേർ എക്സ് ഈസ് എനി റിയൽ നമ്പർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണോ അല്ലെങ്കിൽ ഇത് റിയൽ നമ്പറിൽ ഡിഫൈൻഡ് ആണെന്ന് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എന്നാണ് പറഞ്ഞിട്ടാണ് തന്നേക്കുന്നത്. എല്ലാ മോഡുലസ് ഫംഗ്ഷൻസും റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് അറ്റ് റിയൽ നമ്പേഴ്സ്, നമുക്ക് കൺഫേം ആയിട്ട് പറയാം. ഇനി ഇത് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതിനെ ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ജസ്റ്റ് എഫ് ഡിഫൈൻഡ് ആണ്, ആ കാര്യം നമ്മൾ ആദ്യം നോട്ട് ചെയ്തു. ദെൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എടുത്തു. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് കണ്ടു എന്ന് വയ്ക്കുക. ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജി അങ്ങനെ തന്നെ എഴുതി. എച്ച് ഓഫ് എക്സ് പറഞ്ഞാൽ 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ്. അപ്പോൾ ജി ഓഫ് ഇയാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ജി എഴുതിയേക്കണം നോക്കി. ജി എന്ന് പറഞ്ഞാൽ ഒരു മോഡുലസ് ഇട്ടു, ഈ എക്സിന് അതിൻ്റെ ഉള്ളിലിട്ടു. അതുപോലെ ജി ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എഴുതുമ്പോൾ മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നോക്കി, നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന എഫ് ഓഫ് എക്സിനെ ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ ഈ ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇത് 1 കോൺസ്റ്റൻറ്റ്, എക്സ് പോളിനോമിയൽ, മോഡ് എക്സ് മോഡുലസ് ഫംഗ്ഷൻ. ഇത് മൂന്നും കണ്ടിന്യൂസ് ആണ്. ഇത് മൂന്നും കണ്ടിന്യൂസ് ആണെങ്കിൽ 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സും ഷുവറായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷന് റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആണ്, ഇതും റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആണ്. സോ ഇതിൻ്റെ കോമ്പോസിഷൻ എടുത്താലും റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, സിൻസ് ജി കോമ എച്ച് ആർ കണ്ടിന്യൂസ് at real numbers are continuous, G composition H is also continuous. ജിയും എച്ചും കണ്ടിന്യൂസ് ആണെങ്കിൽ ഷുവർ ആയിട്ടും ജി കോമ്പോസിഷൻ എച്ചും കണ്ടിന്യൂസ് ആയിരിക്കും ബൈ തിയറം 2. അപ്പോൾ ഹിയർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എച്ച് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. അതായത് ഈ എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് at all real numbers. പിന്നെ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നേക്കണു. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 3. ഇത് ഈ 3 പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 0 എടുത്തു. ഇപ്പോൾ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാനുള്ള ഐഡിയ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഭാഗത്ത് കണ്ടതാണ്. അതായത് ഫസ്റ്റ് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇപ്പോൾ നമുക്ക് 0 തെളിയിക്കേണ്ടതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0 മൈനസ് 3 എന്ന് കിട്ടി. ദെൻ എഫ് ഓഫ് 0 കാണുക. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാലും 5 ഇൻറ്റു 0 മൈനസ് 3 തന്നെ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും സെയിം. ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് എഫ് എക്സ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ അടുത്ത പോയിന്റിൽ നോക്കാം. എക്സ് ഈക്വൽ ടു -3 അറ്റ് എക്സ് ഈക്വൽ ടു -3. അപ്പോൾ എക്സ് ഈക്വൽ ടു -3 ഈ ഫംഗ്ഷൻ
കണ്ടിന്യൂസ് ആണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5x - 3. ഇപ്പോൾ ചെയ്യുമ്പോൾ എക്സ് കാണുന്നിടത്ത് -3 കൊടുക്കുക. അപ്പോൾ 5 × -3 -3, അതായത് -15 - 3 -18 എന്ന് കിട്ടി. ഇനി നേരെ എഫ് ഓഫ് -3 കാണുക. എഫ് ഓഫ് -3 എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ എഫ് ഓഫ് -3 പറഞ്ഞാൽ 5 × -3 -3 എന്ന് വെച്ചാൽ -15 - 3 -18. നോക്കിയേ, ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സും എഫ് ഓഫ് -3 സെയിം. ദെർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -3. അപ്പോൾ എക്സ് -3 കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അടുത്തത് ഇതുപോലെ എക്സ് ഈക്വൽ ടു 5 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 5 ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5x - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കാണുന്നിടത്ത് 5 ഇട്ട് കൊടുത്തു. 5 × 5 25 - 3 22. ഇനി നേരെ എഫ് ഓഫ് 5 കണ്ടുവന്ന് വയ്ക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 5x - 3. അപ്പോൾ എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 × 5 -3, അതും 22. നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 5x - 3യും, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 5 സെയിം. അപ്പോൾ ദെർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ ഉപയോഗിച്ച് ഈ ഫംഗ്ഷൻ ഏതൊരു പോയിന്റിലും കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ. ഓക്കെ.